പാലോട് ഭാഗത്തുള്ള മങ്കയം. കാടിനുള്ളിലൂടെയുള്ള യാത്രയും വെള്ളച്ചാട്ടവും പിന്നെ അവിടെയുള്ള ചില അനുഭവങ്ങളും ചേർന്നതാണ് ഇന്നത്തെ യാത്ര. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 45 മുതൽ 50 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. നെടുമങ്ങാട് പാലോട് വഴിയാണ് ഇവിടെ എത്തുന്നത്. പാലോട് കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും കാടും പച്ചപ്പുമൊക്കെ കാണാൻ തുടങ്ങും. യാത്രക്കിടയിൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ യാത്രയുടെ ആദ്യ ഭാഗത്തെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇതാണ് മങ്കയം ചെക്ക് പോസ്റ്റ്. ഇവിടെ എൻട്രി ഫീ അടച്ച ശേഷം മാത്രമേ പ്രവേശനമുള്ളൂ. 40 രൂപയാണ് എൻട്രി ഫീ. ജിപേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. അങ്ങനെ നമ്മൾ മങ്കയത്ത് എത്തി. ഇവിടെ എത്തിയാൽ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് ചുറ്റുമുള്ള കാടും വെള്ളത്തിന്റെ ശബ്ദവുമാണ്. അല്പം നടന്നാൽ വെള്ളച്ചാട്ടത്തിലെത്താം. പോകുന്ന വഴിയിൽ കുറച്ച് കയറ്റവും ഇറക്കവും ഉണ്ട്. പക്ഷേ കൈപ്പിടികൾ ഉള്ളതിനാൽ സേഫായി പോകാവുന്നതാണ്. കാടിനുള്ളിലൂടെയും പാറകൾക്കിടയിലൂടെയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. വഴിയിൽ ശ്രദ്ധിച്ചാൽ പലതരത്തിലുള്ള മരങ്ങളും ചെടികളും കാണാം. ചില ഭാഗങ്ങളിൽ വഴി കുറച്ച് കയറ്റവും ഇറക്കവും ഉള്ളതിനാൽ പാറകളുള്ള ഭാഗങ്ങളിൽ സൂക്ഷിച്ചു വേണം നടക്കാൻ. വഴിയിലുടനീളം കണ്ട കാടിന്റെ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എത്തുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പാറകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളവും ചുറ്റുമുള്ള കാടും ചേർന്നുള്ള കാഴ്ച നല്ലൊരു അനുഭവമാണ്. മങ്കയം എന്ന് പറയുമ്പോൾ പലർക്കും അറിയാവുന്നത് ഇവിടത്തെ വെള്ളച്ചാട്ടവും കാടിലൂടെയുള്ള നടത്തവുമൊക്കെയാണ്. പക്ഷെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അധികം പേർക്ക് അറിയാത്ത ഒരു കഥ കൂടിയുണ്ട്. പണ്ടൊരിക്കൽ ഒരു കാളവണ്ടി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വീണെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമാണ് ഇവിടെ പറയപ്പെടുന്ന ഒരു കഥ. ഈ കഥയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും കേൾക്കാം. അതെന്തായാലും ഈ സ്ഥലത്തിന് കാളക്കയം എന്ന പേര് ലഭിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലെ വെള്ളം സ്റ്റെപ്പായാണ് ഒഴുകുന്നത്. ഞങ്ങൾ പോയത് മഴക്കാലമായതിനാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു.
കുറച്ചു സമയം കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും സൗകര്യങ്ങൾ ഉണ്ട്. കൂടാതെ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളും കാണാം. എല്ലാം ഉണ്ട്, പക്ഷേ ഒരു കഫറ്റീരിയയുടെ കുറവ് ഇവിടെ കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.